ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ജസ്ന സലീമിൽ നിന്നും കണ്ണൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ആപ്പിലായ ഒരു ചേച്ചിയുടെ തീരാ സങ്കടമാണ് കേട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആ ചേച്ചി എന്താണ് അവളെക്കുറിച്ച് പറയുന്നത്, ആ ഫോട്ടോയെക്കുറിച്ചും എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ഇപ്പോ പുതിയൊരു അടവുമായിട്ട് ഇറങ്ങിയേക്കാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരപ്പ ഭക്തയാണ്. അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങളെ കടയിൽ കൊണ്ടുവച്ച് നല്ല എട്ടിന്റെ പണി കിട്ടിയതാണ് എനിക്ക്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും 10 പേര് കണ്ടാൽ എനിക്ക് ആ 10 പേര് കണ്ടാൽ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുമെന്നോ അല്ലെ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ ഞാനിപ്പോ ഈ പറയുന്ന കാര്യം 10 പേര് കണ്ടാൽ ആ 10 പേര് മതി. അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികളും ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ 5000 അല്ലെങ്കിൽ 15,000 കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ കണ്ട് ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പൊ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കണ്ണിന്റെ ഫോട്ടോക്ക് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട്. കണ്ണിന്റെ ഫോട്ടോ ചെയ്തത് അതേപോലെ അതായത് എന്റെ മാതാപിതാക്കളെ അയച്ചു പറഞ്ഞിരുന്ന ഒരു ആഗ്രഹം കൂടെയാണ് ഈ ഒരു പ്രാവശ്യം എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസിന്റെ ബോധം എടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. 28 ദിവസം എനിക്ക് 23 ഫോട്ടോക്കുള്ള ഓർഡർ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഹജ്ജ് പോകാന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് എന്നോ അല്ലാതെ 5-6 ലക്ഷം ഒരാൾക്ക് വരുമല്ലോ. എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും സപ്പോർട്ട് ഉണ്ടല്ലോ. വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്ത് വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാമോ? എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എന്തൊരു എന്തോ പറയുന്ന വിശ്വാസത്തെ, ഗുരുവായൂരപ്പന് മേലുള്ള നമ്മുടെ ഹിന്ദുമതത്തിന്റെ ആ വിശ്വാസത്തെയാണ് നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നത് അല്ലേ? ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ ഫോട്ടോ വാങ്ങിച്ച് 8ന്റെ പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ആ 8ന്റെ പണി എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോ 24 നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി. നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നൊരു ഹോട്ടലായിരുന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നായിരുന്നു. ജൂൺ മാസം, അതായത് 2024 ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചു ഇവളുടെ കയ്യിൽ നിന്ന്. എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു. 5000 രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ്. ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടത്തോളം തോന്നുന്നത് ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്ന വെച്ചാൽ അന്ന് മുതൽ എന്റെ കട അടപടലം മൂഞ്ചി എന്ന് വേണം പറയാം. എന്താ പറഞ്ഞ വിശ്വാസമില്ലായ്മ, ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് 5000 രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്തില്ല അല്ലെ? അവര് പറയുന്നത് പോലെ എന്തോ ഒരു വാളിന്റെ കാര്യം പറയുമല്ലോ, അതിന്റെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് പോലിച്ച് എനിക്കത് ഒഴിവാക്കാനും പറ്റുന്നില്ല. എനിക്കത് ഈ വിശ്വാസം എവിടെ വെറുതെ കിട്ടിയാലും അല്ലെ വിശ്വാസത്തിന്റെ പേരിൽ എന്ത് കിട്ടിയാലും മലയാളികൾ പോയി ക്യൂ നിൽക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ്. എന്നാൽ ഞങ്ങളെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്കറിയാം, കൃഷ്ണന്റെ ഒരു വിഗ്രഹം തന്നെ, ഒരു 3-4 വിഗ്രഹം വരെ ഉണ്ട് ഞങ്ങളെ വീട്ടിൽ. ഈ നമ്മളെ അണ്ണാച്ചിമാരുടെ ഒക്കെ കയ്യിൽ നിന്ന് വാങ്ങിയത് സൈസിൽ 2-3 ടൈപ്പ് ഇരിപ്പുണ്ട് ഞങ്ങളെ വീട്ടിൽ. എന്നിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ചതെന്ന് ഓർക്കണം. എന്നിട്ട് എനിക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു. അതിനിപ്പോ എനിക്ക് പല രീതിയിൽ കമന്റ് വരാം. പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു വാങ്ങിക്കാനെന്ന്, വിശ്വാസമുള്ളവർ വാങ്ങിക്കാൻ. എനിക്കും വിശ്വാസം കൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഇനി ഒരാളും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് പഞ്ചിതരാകരുത്. അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള പടം വരപ്പ് വരച്ചിട്ട് അതിനകത്ത് ഒട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞ വെറും
സാധാരണ സാധനങ്ങൾ അതിനകത്ത് ഒട്ടിക്കുന്നത്. കൂടിപ്പോയ ഒരു 850 രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് 1 രൂപ പോലും അതിനകത്ത് ചെലവ് വരുന്നില്ല. പോട്ടെ, ഒരു 1500 രൂപ കൂടുതൽ അതിനെന്തായാലും ഈടാക്കേണ്ട കാര്യമല്ല. പക്ഷെ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളെ ഉമ്മാരടുത്ത് പറഞ്ഞു കൊടുക്കണം, ഉമ്മ നമ്മൾ ആ ഇതല്ല, അല്ലെങ്കിൽ വാപ്പാരടുത്ത് പറയണം, ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 2-3 ആഴ്ച ആയതുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് മതമില്ല, ഞാൻ മുസ്ലിം മതം അങ്ങ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ തട്ടമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആരോ പറഞ്ഞതുപോലെ ആരുടെയോ തലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിന് വാള് പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരു രീതിയിലും ആ ഫോട്ടോ വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ളത്. വഞ്ചിതരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂര ഭാവമാണ്. പല രീതിയിലും പലരും പറഞ്ഞത് ഈ കൃഷ്ണന്റെ പടം, അതായത് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണന്റെ പടം നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്രൂര ഭാവമാണ്. ഞാനിപ്പോ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ജലജ പ്രണവ് എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഈ ഫോട്ടോയും വെച്ചും കൊണ്ടുള്ള പടങ്ങൾ ഇപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഏറ്റവും എന്റെ ജീവിതത്തിൽ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചത്. അത് എന്റെ തലയ്ക്ക് മേലെ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ആള് പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ പറ്റിക്കാമോ, ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ വഹിച്ച് കാശുണ്ടാക്കാമോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ജസ്നയുടെ ഓരോരോ എന്ത് സൗമ്യമായിട്ടാണ് ആ പയ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് നോക്കിക്കോണം. മറ്റേ സംസാരിക്കുമ്പോഴെല്ലാം ഹിന്ദുമത വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എന്നെ ഓരോ അവളുമാരെ എന്തൊക്കെയോ പറയുന്ന കേട്ട്, അല്ലെ ഓരോ അവളുമാരെ എന്നെ വെച്ച് കാശുണ്ടാക്കുന്നു, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കുറെ വീഡിയോകൾ ഞാൻ കണ്ടു. ജസ്നയെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു. ജസ്ന എങ്ങനെയാണ് റീച്ച് ആയത്? ഈ ഹിന്ദുമതത്തിലെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ജസ്ന റീച്ച് ആയത്. അല്ലാതെ ഒരു രീതിയിലും അല്ല. കാരണം കുറഞ്ഞ ചെലവിലുള്ള പൈസ കൂടിയ പൈസയ്ക്ക് കൊടുത്തിട്ട് അത് വെച്ച് കാശുണ്ടാക്കി. അതുപോലെ തന്നെ ആ ഒരു കൃഷ്ണനെ വെച്ചിട്ട് കാശുണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല, കാശുണ്ടാക്കിയോ, ഏത് രീതിയിൽ കാശുണ്ടാക്കിയോ. പക്ഷെ ഈ വിശ്വാസം വിറ്റ് കാശുണ്ടാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മായ്ക്കും വാപ്പായ്ക്കും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് തിരുത്തി കൊടുക്കണം. ഹജ്ജിന് പോകണമെന്നുള്ളത് അതും പിന്നെ എന്റെ കടമയല്ല. അതായത് ഈ ഹിന്ദുമതത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടല്ല നിങ്ങളെ ഉമ്മായി വാപ്പായി ഹജ്ജിന് വിടത്തുള്ളത്. നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങുന്നു നിന്റെ ഫോട്ടോ വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് അവർ വാങ്ങിക്കാത്തത്. ഇപ്പൊ ഈ 23 ഫോട്ടോയ്ക്ക് ഓർഡർ കിട്ടിയെന്ന് ചുമ്മാതെ ആയിരിക്കും. കാരണം ഇപ്പൊ മലയാളികളെല്ലാം ഇവിടെ സ്വഭാവം മനസ്സിലാക്കി. ഇപ്പൊ മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ചത് എന്തായാലും വാങ്ങിച്ചു, അതില്ലെന്ന് പറയുന്നില്ല. ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്റെ കടയിൽ വെച്ചതിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ 3 മാസം കച്ചവടം നടന്നുകൊണ്ട് വന്നത് ആ ഫോട്ടോ കൊണ്ടുവച്ച അന്ന് മുതൽ ആ കട തന്നെ എനിക്ക് ഒഴിയേണ്ടി വന്നു. അത്രയ്ക്കും ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തുടങ്ങിയ കടയിൽ ഞാൻ ആ ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ല, എന്റെ വീട്ടിലിരിക്കുകയാണ് ആ ഫോട്ടോ. അത്രയും നമ്മള് എന്തോ പറയുന്ന വിശ്വസിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട്, പക്ഷെ അവള് വിശ്വാസം ഇല്ലാതെയാണ് ആളുകളെ പറ്റിച്ചാണ് ഈ ഫോട്ടോ വരച്ച് ഇത്രയും പൈസക്ക് കൊടുക്കുന്നത്. ആ ഒരു ഇതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ മലയാളികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരാരും ഈ ജസ്ന സലീം വരയ്ക്കുന്ന ഫോട്ടോ ഇനി വാങ്ങിക്കരുത്. കാരണം അത്രമാത്രം അനുഭവിച്ച് അങ്ങേ അറ്റം ചെന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം, എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ട് ജസ്നയെ ടാഗ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. അത് കയറി നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതിനകത്ത് കമന്റ് ചെയ്യാൻ. ഈ ഫോട്ടോ വാങ്ങിച്ചത് കൊണ്ട് എന്താ പറയുന്നത്, ഞാനും വിധിയായി എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരബദ്ധം ആർക്കാരും പറ്റുമല്ലോ. അതുകൊണ്ട് ഇനി അതാർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം. 10 പേരോടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരാൾ കണ്ടാൽ മതി, 10 പേരോടെങ്കിലും പറയണം.